ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നിന്നുള്ള വാർത്ത ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീധന സമ്പ്രദായം എത്രത്തോളം വേരൂന്നിയതും ഭീകരവുമാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്നു. വിവാഹം കഴിഞ്ഞ് 24 മണിക്കൂർ തികയും മുമ്പ് നവവധുവായ ലുബ്നയ്ക്ക് ഭർത്തൃവീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നത് അവർ നേരിട്ട ക്രൂരമായ പീഡനം മൂലമാണ്. സ്ത്രീധനമായി റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ബൈക്ക് നൽകാത്തതിന്റെ പേരിൽ നവവരനും കുടുംബാംഗങ്ങളും ചേർന്ന് യുവതിയെ മർദ്ദിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ലക്ഷങ്ങൾ മുടക്കി മകളുടെ വിവാഹം നടത്തിയ ഒരു കുടുംബം മണിക്കൂറുകൾക്കുള്ളിൽ അപമാനിതരാവുകയും നിയമ നടപടികൾ തേടാൻ നിർബന്ധിതരാവുകയും ചെയ്ത ഈ സംഭവം സ്ത്രീധന നിരോധന നിയമങ്ങളുടെ പ്രസക്തിയെയും അതിന്റെ നടപ്പിലാക്കലിലെ പരാജയങ്ങളെയും ചോദ്യം ചെയ്യുന്നു. കാൺപൂർ സ്വദേശികളായ ലുബ്നയും മുഹമ്മദ് ഇമ്രാനും തമ്മിലുള്ള വിവാഹം നവംബർ 29-നാണ് മുസ്ലിം ആചാരപ്രകാരം നടന്നത്. ലുബ്നയ്ക്ക് ഭർത്തൃവീട്ടിൽ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളുടെ തുടക്കം വിവാഹശേഷം വീട്ടിലെത്തിയ ഉടൻ തന്നെ ഭർത്താവ് ഇമ്രാനും ഭർത്തൃമാതാപിതാക്കളും ഉൾപ്പെടെയുള്ളവർ സ്ത്രീധനത്തിന്റെ പേരിൽ ലുബ്നയെ സമ്മർദ്ദത്തിലാക്കി. തങ്ങൾ ആവശ്യപ്പെട്ട ബുള്ളറ്റ് ബൈക്ക് വിവാഹ സമ്മാനമായി ലഭിക്കാത്തതിൽ അവർ യുവതിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. ബുള്ളറ്റ് ബൈക്ക് നൽകിയില്ലെങ്കിൽ പകരം 2 ലക്ഷം രൂപയെങ്കിലും വീട്ടുകാരിൽ നിന്ന് വാങ്ങി നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം വീട്ടുകാരെ അറിയിക്കാൻ ലുബ്ന വിസമ്മതിച്ചതോടെയാണ് പീഡനം തുടങ്ങിയത്. സ്ത്രീധന ആവശ്യം അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നതോടെ ഭർത്തൃവീട്ടുകാർ കൂടുതൽ ക്രൂരമായി പെരുമാറി. ലുബ്ന ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും വിവാഹ സമയത്ത് വീട്ടുകാർ നൽകിയിരുന്ന പണവും ഭർത്തൃവീട്ടുകാർ ബലമായി പിടിച്ചു വാങ്ങി. ഇതിനുശേഷം ഭർത്താവും വീട്ടുകാരും ചേർന്ന് ലുബ്നയെ ക്രൂരമായി മർദ്ദിക്കുകയും രാത്രി 7 മണിയോടെ വീട്ടിൽ നിന്ന് തല്ലി പുറത്താക്കുകയുമായിരുന്നു. ലുബ്നയുടെ പിതാവ് മെഹ്താബിന്റെ വാക്കുകളിൽ ഈ സംഭവത്തിന്റെ ദുരിതവും വേദനയും വ്യക്തമാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തിയ വിവാഹം മണിക്കൂറുകൾക്കുള്ളിൽ തകർന്നുപോയി. മകളുടെ വിവാഹത്തിനായി ലക്ഷങ്ങളാണ് തങ്ങൾ ചെലവഴിച്ചത്. ഇമ്രാന്റെ വീട്ടുകാർ നൽകിയ നീണ്ട ലിസ്റ്റ് അനുസരിച്ച് സോഫ, TV, വാഷിംഗ് മെഷീൻ, ഡ്രസ്സിംഗ് ടേബിൾ, വാട്ടർ കൂളർ കൂടാതെ വെള്ളിയിലും പിച്ചളയിലുമുള്ള പാത്രങ്ങൾ, വില കൂടിയ വസ്ത്രങ്ങൾ എന്നിവയെല്ലാം വിവാഹ സമ്മാനമായി നൽകിയിരുന്നു. ഇത്രയും അധികം വസ്തുക്കൾ നൽകിയിട്ടും വിവാഹ സമയത്ത് തങ്ങളോട് ആവശ്യപ്പെടാതിരുന്ന ബുള്ളറ്റ് ബൈക്ക് വിവാഹശേഷം ആവശ്യപ്പെടുകയായിരുന്നു. മകൾ വീട്ടിൽ തിരിച്ചെത്തിയതിനെ തുടർന്ന് വിവരം തിരക്കിയപ്പോഴാണ് സ്ത്രീധന പീഡന വിവരം വ്യക്തമായതെന്നും വിവാഹത്തിനായി തങ്ങൾക്കുണ്ടായ ചെലവുകളും വിവാഹ സമ്മാനമായി വരന്റെ വീട്ടുകാർക്ക് നൽകിയ സാധനങ്ങളും തിരികെ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് പിതാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ലുബ്നയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ കേസിൽ വരനും കുടുംബാംഗങ്ങൾക്കുമെതിരെ പ്രധാനമായും ചുമത്താൻ സാധ്യതയുള്ള നിയമപരമായ വകുപ്പുകൾ ഇവയാണ്. സ്ത്രീധനം നൽകുന്നതും വാങ്ങുന്നതും നിരോധിക്കുന്നു. ഇത് പ്രകാരം 5 വർഷം വരെ തടവും 15,000 രൂപ പിഴയും അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ മൂല്യത്തിന് തുല്യമായ തുകയും ശിക്ഷ ലഭിക്കാം. സ്ത്രീധനം ആവശ്യപ്പെടുന്നതും നിരോധിക്കുന്നു. ഇതിന് 6 മാസം മുതൽ 2 വർഷം വരെ തടവും 10,000 രൂപ പിഴയും ശിക്ഷ ലഭിക്കാം. ഭർത്താവോ ഭർത്താവിന്റെ ബന്ധുക്കളോ ഒരു സ്ത്രീയെ ക്രൂരമായി ഉപദ്രവിക്കുകയോ അവരുടെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ുമായി ബന്ധപ്പെട്ട വകുപ്പാണിത്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി ശാരീരികമോ മാനസികമായോ പീഡനം നടത്തിയാൽ ഈ വകുപ്പ് ചുമത്താം. ഇതിന് 3 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാം. ഈ കേസിൽ ശാരീരിക മർദ്ദനവും വീട്ടിൽ നിന്ന് പുറത്താക്കലും നടന്നതിനാൽ 498A വകുപ്പ് നിർണായകമാകും. വിവാഹ സമയത്ത് യുവതിക്ക് നൽകിയ സ്വർണ്ണാഭരണങ്ങളും പണവും ഭർത്തൃവീട്ടുകാർ കൈവശം വെച്ചതിനും തിരികെ നൽകാത്തതിനും ഈ വകുപ്പ് ചുമത്താം. ഇതിന് 3 വർഷം വരെ തടവോ പിഴയോ ലഭിക്കാം. വർഷങ്ങൾ പഴക്കമുള്ള സ്ത്രീധന നിരോധന നിയമങ്ങൾ നിലനിൽക്കുകയും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇന്നും വിവാഹത്തോടനുബന്ധിച്ച് സ്ത്രീധന പീഡനങ്ങളും മരണങ്ങളും തുടർക്കഥയാവുകയാണ്. മുസ്ലിം സമുദായത്തിൽ പരമ്പരാഗതമായി സ്ത്രീധനമില്ലെങ്കിലും ജഹേസ് എന്ന പേരിലും വിവാഹ സമ്മാനങ്ങൾ എന്ന പേരിലും വരന്റെ വീട്ടുകാർ വലിയ തുകകളും വസ്തുക്കളും ആവശ്യപ്പെടുന്നത് സമീപകാലത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. ലുബ്നയുടെ കേസിൽ ബുള്ളറ്റ് ബൈക്ക് പോലുള്ള വില കൂടിയ സാധനങ്ങൾ ആവശ്യപ്പെട്ടത് ഈ പ്രവണതയുടെ ഭാഗമാണ്. ഇത്തരം കേസുകളിൽ നിയമ നടപടികൾ എടുക്കുമ്പോൾ സ്ത്രീധനം എന്നതിനെ വിവാഹ സമ്മാനമായി വ്യാഖ്യാനിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ പ്രതികൾ ശ്രമിക്കാറുമുണ്ട്. എങ്കിലും വിവാഹശേഷം പീഡനം ആരംഭിക്കുന്നത് സ്ത്രീധനം ചോദിച്ചിട്ടാണെങ്കിൽ അത് 498A വകുപ്പിന് കീഴിൽ വരും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമായ വിഭാഗക്കാർക്കിടയിൽ മാത്രമല്ല, ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരിലും ഉദ്യോഗസ്ഥരിലും ഈ ദുരാചാരം നിലനിൽക്കുന്നു എന്നത് സാമൂഹിക പ്രശ്നത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. കാൺപൂരിൽ നടന്ന ഈ സംഭവം സ്ത്രീധന സമ്പ്രദായം വ്യക്തിഗത ജീവിതങ്ങളിലും കുടുംബങ്ങളിലും വരുത്തുന്ന ദുരന്തത്തിന്റെ നേർചിത്രമാണ്. ഒരു കുടുംബം ലക്ഷങ്ങൾ മുടക്കി സന്തോഷത്തോടെ നടത്തിയ വിവാഹം 24 മണിക്കൂറിനുള്ളിൽ ഒരു ബൈക്കിന്റെ പേരിൽ തകർന്നുപോയി. നിയമം ശക്തമായിരിക്കുമ്പോഴും അതിനെ മറികടക്കാൻ പ്രതികൾ ശ്രമിക്കുമ്പോൾ നിയമപാലകർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വിവാഹത്തിന് ചെലവായ തുകയും സമ്മാനങ്ങളും തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് യുവതി നൽകിയ പരാതി കേവലം ഒരു നഷ്ടപരിഹാരം എന്നതിലുപരി സ്ത്രീധനത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ട അഭിമാനവും നീതിയും തിരികെ ലഭിക്കാനുള്ള പോരാട്ടമാണ്. ഈ കേസിൽ പോലീസ് നടത്തുന്ന ശക്തമായ അന്വേഷണവും കോടതിയുടെ ശിക്ഷാ നടപടികളും സമൂഹത്തിന് ശക്തമായ ഒരു സന്ദേശം നൽകാൻ പര്യാപ്തമാകണം.